ഒരുപാട് പ്രതീക്ഷകളുമായി, ഒരുപാട് ലക്ഷ്യങ്ങളുമായി ഒരു കൂട്ടം ആളുകൾ ഒരു സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. വഴിയിൽ ഒരുപാട് കാഴ്ചകൾ കണ്ട്, പരസ്പരം പരിചയപ്പെട്ട്, ഒരുപാട് ആശയങ്ങൾ പങ്കുവെച്ച്, ആഗ്രഹങ്ങൾ പങ്കുവെച്ച് അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കെ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് ആ വണ്ടി ആക്സിഡൻ്റായി. ആ ബസ്സിലുണ്ടായിരുന്ന 42 പേരും ദാരുണമായി കൊല്ലപ്പെട്ടു. പക്ഷേ അവരുടെ ആഗ്രഹങ്ങൾ അവസാനിച്ചിരുന്നില്ല. മരിച്ചതിന് ശേഷവും പുതിയ യാത്രക്കാരെ തങ്ങളുടെ കൂടെ കൂട്ടാൻ വേണ്ടി വീണ്ടും യാത്ര തുടരുന്ന ഒരു ബസ്സിൻ്റെ കഥയാണ് ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ദ സ്റ്റോറി. ആതിര 27 വയസ്സുള്ള ഒരു ടെക്കിയാണ്. എറണാകുളത്തെ ഇൻഫോപാക്കിലെ വൺ ഓഫ് ദ പോപ്പുലർ കമ്പനിയിലാണ് ആതിര വർക്ക് ചെയ്തിരുന്നത്. തൃശ്ശൂർ സ്വദേശിയായ ആതിര എറണാകുളത്ത് ഒരു ഹോസ്റ്റലിൽ നിന്നിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. വീക്കെൻഡ്സിലാണ് വീട്ടിലേക്ക് വരുന്നത്. 27 വയസ്സായതുകൊണ്ട് തന്നെ കല്യാണാലോചനകളും മറ്റു കാര്യങ്ങളും തകൃതിയായി നടക്കുന്നുണ്ട്. സോ ശനിയാഴ്ച ആതിരയ്ക്ക് രാവിലെ തന്നെ വീട്ടിലെത്തേണ്ട അത്യാവശ്യമുണ്ട്. കാരണം ശനിയാഴ്ച അവളെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച അവൾ നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചിരുന്നു. പക്ഷെ ലാസ്റ്റ് മിനിറ്റ് വന്ന ഒരു ഓവർ ടൈം വർക്ക് അവൾക്ക് മിസ്സാക്കാൻ പറ്റാത്തതായിരുന്നു. അതുകൊണ്ട് അവൾ അന്ന് കുറച്ച് ലേറ്റായിട്ടാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്. കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചധികം. യൂഷ്വലി അവൾ 9 മണിയുടെ KSRTC ആണ്, ലാസ്റ്റ് ബസ്സിനാണ് എല്ലാ ഫ്രൈഡേസിലും വീട്ടിലേക്ക് പോരുന്നത്. സാറ്റർഡേ സൺഡേ വീട്ടിൽ സ്പെൻഡ് ചെയ്ത് സൺഡേ നൈറ്റോട് കൂടി തിരിച്ചു വരലാണ് പതിവ്. അന്ന് അവൾ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴും 9 മണിയുടെ ബസ് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞുള്ള ബസ്സിനെ പറ്റി വലിയ ഐഡിയ ഒന്നും മാത്രമേ ഉണ്ടായിരുന്നില്ല. കാരണം അവൾ യൂഷ്വലി പോയിരുന്ന ഈ ഒരു ബസ്സായിരുന്നു ലാസ്റ്റ് ബസ്സായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബസ്സിലല്ലാതെ വേറെ ബസ്സിൻ്റെ ഓപ്ഷൻ എടുക്കേണ്ട ആവശ്യം അതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. സോ അവൾ ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. ഇനി ഇതിന് ശേഷം വേറെ ബസ് വല്ലതും ഉണ്ടാവുമോ എന്ന് ചോദിക്കാൻ പോലും ഒരാളെ അവിടെ നോക്കിയിട്ട് അതിനെ കണ്ടിരുന്നില്ല. അവൾ ആ ബസ് സ്റ്റാൻഡിൽ തന്നെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. എങ്ങാനിനി വേറെ ബസ് വന്നാലോ എന്നുള്ളൊരു തോട്ടമുണ്ട്. അങ്ങനെ അവൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ചുറ്റുപാടും നോക്കി, ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ, ഈ ടൈമിൽ ബസ് വേറെ ഉണ്ടോ എന്നറിയണം എന്നെല്ലാം ചുറ്റും നോക്കുമ്പോഴും അങ്ങനെ പരിചിതമായ ആൾക്കാരോ അല്ലെങ്കിൽ ഒരുപാട് ആളുകളോ ഒന്നും ആ സമയത്ത് ബസ് സ്റ്റാൻഡിലില്ല. അങ്ങനെ കൺഫ്യൂസ്ഡ് ആയ അവൾ നോക്കി നിൽക്കുമ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ ഏറ്റവും അറ്റത്തെ കോർണറിൽ ഒരു ബസ്സിൽ ലൈറ്റ് ഇട്ടു. അവൾ പെട്ടെന്ന് ഇത്രയും നേരം ഈ ബസ് ഇവിടെ കിടന്നതായിട്ട് അവൾ കണ്ടിട്ടേ ഇല്ല. എല്ലാ ബസ്സും പോകുന്ന ടൈം ആകുമ്പോൾ ഫ്രണ്ടിലേക്ക് കയറി വരും. യൂഷ്വലി എല്ലാവരും കയറും പോകും. ഇത് ബസ് സ്റ്റാൻഡിൻ്റെ ഏറ്റവും അറ്റത്തെ കോർണറിലാണ് ഈ ബസ് കിടക്കുന്നത്. ആ ബസ്സിൽ ഇപ്പോൾ ഒരു ലൈറ്റ് തെളിയുകയും ചെയ്തു. ആ ലൈറ്റിൻ്റെ പ്രകാശത്തിൽ അവൾ ആ ബസ്സിനെ പ്രോപ്പറായി ഒക്കെ കാണാൻ പറ്റുന്നില്ല. കാരണം ബസ്സിൻ്റെ ഉള്ളിലാണ് ലൈറ്റ് വന്നിട്ടുള്ളത്. ഒരു അരണ്ട ഓറഞ്ച് വെളിച്ചം. പുറത്തൊരു വിഷ്വൽ അല്ലെങ്കിൽ ബോർഡ് എന്താ വെച്ചിട്ടുള്ളത് അതിനൊന്നും ഒരു ഐഡിയ ഇല്ല. പോയി നോക്കണ്ട, ബസ് ഇപ്പോൾ പോവാൻ നേരമായി കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് കയറി വരും, അപ്പോൾ പോവാം. അല്ലെങ്കിൽ കുറച്ച് നേരോടെ വെയിറ്റ് ചെയ്ത് വല്ല ഓട്ടോയോ വല്ല ഊബറോ വിളിച്ച് പോവാം. അല്ലെങ്കിൽ തിരിച്ച് ഹോസ്റ്റലിൽ പോയി നാളെ മോർണിംഗ് പോവാം എന്നൊക്കെ പല തോട്ടും വന്നെങ്കിലും ഇതേതാ ബസ്, ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ അവൾക്ക് ഉപകാരപ്പെട്ടാലോ എന്നെല്ലാം ഉള്ള തോട്ട് അവളെ വളരെയധികം പുഷ് ചെയ്തു. അവൾ ആ ബസ്സിൻ്റെ അടുത്തേക്ക് പയ്യെ നടന്ന് അവൾ ആ ബസ്സിൻ്റെ അടുത്തെത്തി. ബസ്സിൻ്റെ അടുത്തെത്തിയപ്പോൾ ആ ബസ് വളരെ ഡിഫറെൻ്റ് ആയിട്ട് അവൾക്ക് ഫീൽ ചെയ്തു. ലൈക്ക് യൂഷ്വൽ ബസ്സിലുള്ള പോലെ, ഇപ്പോഴത്തെ നമ്മുടെ ബസ്സിലൊക്കെ ഉള്ള പോലെ പിങ്കോ ബ്ലൂവോ കളറൊന്നും ആയിരുന്നില്ല ആ ബസ്സിന്. ആ ബസ്സിന് പ്രോപ്പറായുള്ളൊരു കളറ് പോലും, ലൈക്ക് ഒരു പെയിൻറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ഒരു നരച്ച തവിട്ട് നിറമായിരുന്നു ആ ബസ്സിനുണ്ടായിരുന്നത്. അതിൽ വേറെ ബസ് സ്റ്റോപ്പുകളുടെ പേരുകളോ അല്ലെങ്കിൽ അത് ഏത് റൂട്ടാണെന്നോ ഒന്നും മെൻഷൻഡ് ആയിരുന്നില്ല. അവളപ്പോൾ ഒന്ന് ചിന്തിച്ചു, ഇതെന്താ ഇങ്ങനെ, ഈ കാലത്ത് ഇങ്ങനൊരു ബസ്, ഇനി ഇത് സർവീസിനുള്ള ബസ്സല്ലേ എന്നുള്ളൊരു തോട്ട് അവൾക്ക് വന്ന ടൈമിൽ അവൾ നോക്കിയപ്പോൾ ആ ബസ്സിൻ്റെ അകത്തൊരു ഡ്രൈവർ ഇരിക്കുന്നുണ്ട്. ഒരു ഡ്രൈവറുടെ സിൽഹോട്ടി, ലൈക്ക് ആളുടെ ഒരു ഇമേജ് നമുക്ക് കാണാം. ആളുടെ ഫേസോ ആളുടെ രൂപമോ ഒന്നും പുറത്തേക്ക് കാണുന്നില്ലെങ്കിലും ഒരു ഷാഡോ അവൾക്ക് ഫീൽ ചെയ്തു. പിന്നെ അവൾ ആ ബസ്സിൻ്റെ ഗ്ലാസ്സിലേക്ക് നോക്കിയപ്പോൾ അതിലൊരു ചെറിയ പേപ്പറിൽ ഒരു കട്ട് പീസിനകത്ത് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മാളവഴി തൃശ്ശൂർ.
അപ്പോൾ അവൾക്ക് ഭയങ്കര ആശ്വാസം തോന്നി. ഓക്കെ, മാള വഴി തൃശ്ശൂർ, അവൾ തൃശ്ശൂർ ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. സോ മാള ത്രൂ തൃശ്ശൂർ എന്ന് പറയുന്നത് അവളുടെ എക്സാക്ട് ലൊക്കേഷനാണ്, അവൾക്ക് എവിടെയാണോ പോകേണ്ടത് ആ ലൊക്കേഷനാണ്. പക്ഷെ അതിൻ്റെ അടിയിൽ വേറെ ഇൻഫർമേഷനോ അല്ലെങ്കിൽ പ്രോപ്പർ ബോർഡോ ബസ്സിനൊരു പേരോ ഒന്നുമില്ല. അപ്പോൾ അവൾ മടിച്ച് ആ ഡ്രൈവറുടെ സീറ്റിൻ്റെ സൈഡിലെ വഴിയിലൂടെ ചെന്ന് ഡ്രൈവറോട് ചോദിച്ചു, ചേട്ടാ ഇത് മാളയ്ക്കുള്ള ബസ്സാണോ, മീൻ തൃശ്ശൂർക്കുള്ള ബസ്സാണോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്ന് മൂളി. അപ്പോൾ ഓക്കെ ഫൈൻ, ഇതിപ്പോൾ എടുക്കോ ചേട്ടാ എന്ന് ചോദിച്ചു. നേരത്തെ മൂളി അതേ മൂളൽ തന്നെ എന്നയാൾ പിന്നെയും മൂളി. അപ്പോഴും അവൾക്ക് ആ ബസ്സിൽ കയറണം എന്നോ അതിൽ ട്രാവൽ ചെയ്യണം എന്നോ ഒട്ടും തോന്നുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ വേണ്ട, കയറണ്ട, ഇത് ശരിയാവില്ല എന്ന് പറയുന്ന പോലൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ വേറെ അവിടെ എങ്ങും വേറെ ബസ്സോ വേറെ ആൾക്കാരോ ഒന്നും കാണുന്നില്ല. അവള് ഒറ്റപ്പെട്ട പോലെ. സോ ആരോടാ ഇത് പറയണ്ടേ എന്നൊന്നും അറിയാത്തത് കൊണ്ട് അവൾ ആ ബസ്സിന്റെ പടവുകൾ കയറി വെറുതെ അകത്തേക്കൊന്ന് നോക്കി, ആരെങ്കിലും പാസഞ്ചേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ വെറുതെ ഇട്ടിരിക്കുന്ന ബസ്സാണോ എന്ന്. അങ്ങനെ നോക്കിയപ്പോൾ അവിടെ അങ്ങനെ ഒരുപാട് സീറ്റുകളുണ്ട്. അങ്ങനെ ഒരുപാട് സീറ്റുകളിൽ ഒറ്റപ്പെട്ട രീതിയിൽ 3 സ്ത്രീകൾ ഇരിപ്പുണ്ടായിരുന്നു. ഈ 3 സ്ത്രീകളും അത് വളരെ വിയേർഡാണ്, പക്ഷെ ഫസ്റ്റ് ടൈമിലുള്ളത് അത്ര അങ്ങ് നോട്ടീസ് ചെയ്തില്ല. 3 സ്ത്രീകളും ഒരേപോലെ വെള്ള സാരിയാണ് ഉടുത്തിരുന്നത്. ഈ വെള്ള സാരി അവർ തലവഴി അതിൻ്റെ ആ പല്ലു പോർഷൻ തലവഴിയിട്ട് മുഖം കവർ ചെയ്തിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അവള് പെട്ടെന്ന് നോക്കിയപ്പോൾ കുറേ സ്ത്രീകൾ, കുറേ പെണ്ണുങ്ങൾ, ഐ മീൻ ഈ ലേഡീസ് ട്രാവൽ ചെയ്യുമ്പോൾ അവർ ബസ്സിൽ നിൽക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യുക എത്ര സ്ത്രീകളുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റോപ്പ് ആണെങ്കിലൊക്കെ ഞാൻ നോക്കാറുണ്ട് എത്ര സ്ത്രീകളുണ്ട്. ഓക്കെ ഫൈൻ, വീട്ടിൽ നിന്ന് വിളിക്കുമ്പോഴാണെങ്കിലും എത്ര സ്ത്രീകളുണ്ട് എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. സോ അവൾ നോക്കിയപ്പോൾ ഈ ബസ്സിൽ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ, ആണുങ്ങൾ ആരുമില്ല. 3 സ്ത്രീകൾ ഇരിപ്പുണ്ട്. അവൾക്ക് പെട്ടെന്ന് എന്തോ വളരെ സേഫാണ്, ഓക്കെ ആണെന്ന് തോന്നി. ഈ ബസ്സിൽ തന്നെ ട്രാവൽ ചെയ്യാമെന്ന് തോന്നി. അങ്ങനെ അവൾ പയ്യെ നടന്ന് ലാസ്റ്റ് ഇരിക്കുന്ന ചേച്ചിയുടെ ബാക്കിലെ സീറ്റിൽ പോയിരുന്നു. അവൾ ഇരുന്നതും അവൾക്ക് വേണ്ടി മാത്രം നിർത്തിയിട്ടിരുന്ന പോലെ ആ ബസ് പെട്ടെന്ന് സ്റ്റാർട്ടായി. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് ഇതെന്താ, ഞാൻ വന്നിരുന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ബസ് ഇപ്പോഴും എടുത്തു പോകുമായിരുന്നു അല്ലെങ്കിൽ എടുക്കൂലായിരുന്നു, അങ്ങനെയൊക്കെ ഉള്ളൊരു മണ്ടൻ തോട്ട്സ് വന്നു. അവൾ പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ടൈം ഒരു 10:15 10:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ അവൾ ഓക്കെ ഫൈൻ 10:30 ആയി, ഇപ്പോൾ ഒരു 12 മണി 12:30 ആകുമ്പോഴേക്കും എത്തും, അച്ഛനെ വിളിച്ച് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചു. ഇവിടെ ഫോൺ ഡയൽ ചെയ്യുമ്പോൾ സിഗ്നലില്ല. അപ്പോൾ വിചാരിച്ചു ഓക്കെ ഫൈൻ, ഇവിടെ നിന്ന് സിഗ്നലില്ല, കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ സിഗ്നൽ കിട്ടും, അപ്പം എന്തായാലും അച്ഛനെ വിളിച്ച് പറയാം എന്ന് വിചാരിച്ച് അവൾ ഫോൺ എടുത്ത് ബാഗിലേക്ക് വെച്ചു. എന്നിട്ട് അവൾ ആ ബസ്സിൽ അങ്ങനെ നെക്സ്റ്റ് സ്റ്റോപ്പ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ ബസ് എടുത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി യൂഷ്വലി NHലേക്ക് കട്ട് ചെയ്യുന്ന എല്ലാ ബസ്സും ഇനീഷ്യലി പോകുന്ന റൂട്ടിൽ വിട്ടിട്ട് ആ ബസ് നേരെ തിരിഞ്ഞ് ഒരു ഇടുങ്ങിയ വഴിയിലൂടെ പോവാണ്. അപ്പോൾ അവള് പെട്ടെന്ന് ഷോക്കായി. കാരണം ഇവള് എല്ലാ വീക്കും ട്രാവൽ ചെയ്യുന്നതാണ്. ഇവള് പല ബസ്സുകളിൽ കയറിയിട്ടുണ്ടെങ്കിലും ഒരു ബസ്സും ഇതുവരെ ഇങ്ങനൊരു ടേൺ എടുത്തിട്ടില്ല. അപ്പോൾ അവൾ ഓർത്തു, ഇതെന്താ ഈ ബസ് ഈ ടേൺ പോണേ, ഇനിയിപ്പോൾ കറങ്ങി പോണ ബസ്സായിരിക്കുമോ, പക്ഷെ മാള തൃശ്ശൂർന്ന് എഴുതിയിട്ടുള്ളൂ, വേറെ റൂട്ടും കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. അവൾ കൺഫ്യൂസ്ഡ് ആയി. എന്നിട്ടും അവൾ ആരോടും ചോദിച്ചില്ല. ഓക്കെ, കുറച്ച് ദൂരം പോകുമ്പോൾ ബോർഡോ അങ്ങനെ എന്തെങ്കിലും കാണുമല്ലോ, അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് മനസ്സിലാവും എന്ന് വിചാരിച്ച് അവൾ വെയിറ്റ് ചെയ്തിരുന്നു. ഇവൾ പോകുന്ന റോഡിൻ്റെ 2 സൈഡിലും തിങ്ങി നിറഞ്ഞ് തെങ്ങുകൾ മാത്രമേ ഉള്ളൂ. 2 സൈഡിൽ നോക്കിയാലും ഇഷ്ടം പോലെ തെങ്ങുകളും കാടും പോലത്തെ ഒരു പ്രദേശം. ഒരു വീടോ ഒരു ബസ് സ്റ്റാൻഡോ ഒരു സൈൻ ബോർഡോ ഒരു ഷോപ്പോ പോലും ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടും അവൾ കാണുന്നില്ല. അവൾക്കാകെ ചെറുതായിട്ട് പേടിയാവാൻ തുടങ്ങി, വിയാടായിട്ട് ഫീൽ ചെയ്തു. ഇതെന്താ കാട്ടിൽ കൂടി തന്നെ പോകുന്നു, ഇവിടെ ഒരു വീടോ ഇപ്പോൾ ഇവനൊരു പെട്രോൾ അടിക്കണമെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനെ കാട്ടിൽ കൂടി തന്നെ പോയ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു, 15 മിനിറ്റ് കഴിഞ്ഞു, ഇതേപോലുള്ള വഴിയിലൂടെ തന്നെ യൂണിഫോമിറ്റി ലൈക്ക് ആ ഒരു കണ്ടിന്യൂറ്റിയിൽ തന്നെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവളിങ്ങനെ ചിന്തിച്ച് ഫോൺ എടുക്കാൻ വേണ്ടി ബാഗ് തുറന്നപ്പോഴേക്കും വണ്ടി സ്റ്റോപ്പായി. അപ്പോൾ അവൾ ചുറ്റും നോക്കി, ലൈക്ക് എന്താ ഇപ്പോൾ ഉണ്ടായി, പുതിയ ആരെങ്കിലും കയറുമോ, ഓക്കെ ഫൈൻ എന്നോർത്ത് അവൾ പ്രിപ്പയർഡായിട്ടിരുന്നു. വണ്ടി സ്റ്റോപ്പായത് അവൾ ചുറ്റും നോക്കുമ്പോൾ ഇതുപോലെ തന്നെ കുറേ തെങ്ങും കുറേ ഇരുട്ടും മാത്രം.
ഒരു ബസ് സ്റ്റാൻഡ് പോലും അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു 10 സെക്കൻഡ് വണ്ടി അവിടെ സ്റ്റോപ്പായി. പിന്നെ മൂവാൻ തുടങ്ങി. ആരും കയറിയതുമില്ല, ആരും ഇറങ്ങിയതുമില്ല. അവൾക്ക് എന്തിനിപ്പോൾ ഈ വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്തേ എന്നുള്ളൊരു ഫീലായിരുന്നു. പിന്നെ അവൾക്ക് തോന്നി ഓക്കെ ഫൈൻ, എല്ലാ ബസ് സ്റ്റാൻഡുകളിലും സ്റ്റോപ്പ് ചെയ്ത് പോകണം എന്നൊക്കെ എല്ലാവർക്കും റൂളൊന്നുമില്ല, ഇനി അങ്ങനെ വിചാരിച്ചിട്ടാണെങ്കിലോ എന്നോർത്ത് അവളത് ഓക്കെ ആണെന്ന് വിചാരിച്ചു. അങ്ങനെ അവൾ വീണ്ടും യാത്ര തുടങ്ങി. ഇതവണ അവൾ കുറച്ചും കൂടി പേടിച്ചാണ് ഇരുന്നിരുന്നത്. കാരണം അവൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി മിസ് ചെയ്തൊരു കാര്യം, ഈ ബസ്സിൽ ഈ പറഞ്ഞ പോലെ 3 സ്ത്രീകളും ഈ ഒരു ഡ്രൈവറും മാത്രമേ ഉള്ളൂ, കണ്ടക്ടർ ഇല്ല. അപ്പോൾ അവൾക്കാകെ ലൈക്ക് ടിക്കറ്റ് എടുക്കാൻ ആളെന്തായാലും വേണ്ടേ, കണ്ടക്ടർ ഇല്ല, ബെല്ലടിക്കുന്ന സൗണ്ട് ഇല്ല, കയറ് അങ്ങനെയുള്ള പറച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ 3 സ്ത്രീകളും ഈ ഡ്രൈവറും മാത്രം. ഈവൻ ഒരു ഹോൺ പോലും ഈ ഡ്രൈവർ അടിക്കുന്നില്ല. അവൾക്ക് പയ്യെ പേടിയാവാൻ തുടങ്ങി. അവളിങ്ങനെ ഇടവും വല്ലതൊക്കെ നോക്കാൻ തുടങ്ങി. പുതിയ സൈഡ് ബോർഡോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പേടിച്ചിരിക്കെ പിന്നെ ഒരു ബസ് സ്റ്റാൻഡ് എത്തി. അവിടെ വണ്ടി സ്റ്റോപ്പായി. വീണ്ടും 10 സെക്കൻഡ് വണ്ടി നിർത്തിയിട്ടു. ആരും കയറിയതുമില്ല, ഇറങ്ങിയതുമില്ല. വണ്ടി പിന്നെ എടുത്തു. അവൾക്ക് ഇനി അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഫോണിൽ സിഗ്നൽ ഇല്ല. അവളുടെ വാച്ച് നോക്കുകയാണെങ്കിൽ വാച്ച് അനങ്ങുന്നില്ല. വാച്ച് ആ 10:30 എപ്പോഴാണോ കയറി ആ ടൈമിൽ തന്നെ സ്റ്റക്കായി നിൽക്കുകയാണ്. വാച്ച് അനങ്ങുന്നേ ഇല്ല. അവൾക്ക് ആകെ എന്ത് ചെയ്യണം, ഇതിപ്പോൾ എന്താ, ആരെ അറിയിക്കുക, ഈ ബസ്സിന് തൃശ്ശൂർക്ക് തന്നെയാണോ പോകുന്നുണ്ടാവുക, ഇവനൊരു ടിക്കറ്റ് പോലും എടുത്തിട്ടില്ല, എന്ത് ചെയ്യും എന്നോർത്ത് അവൾ ആകെ അടുത്ത സ്റ്റോപ്പ് വരുമ്പോൾ എന്തായാലും ആരെങ്കിലും കയറുമായിരിക്കും എന്നുള്ളൊരു ഹോപ്പും അവളുടെ ഉള്ളിലുണ്ട്. അങ്ങനെ അവൾ വെയിറ്റ് ചെയ്ത് അടുത്ത സ്റ്റോപ്പ് എത്തി. ഈ തവണ ആതിര അവളുടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. അവൾ ഫ്രണ്ടിലേക്ക് നടന്നു ആ ഇറങ്ങുന്ന ഡോറിൻ്റെ അടുത്തേക്ക് പോയി നോക്കി ആരെങ്കിലും കയറുന്നുണ്ടോ എന്ന്. പക്ഷെ അവൾ നോക്കി, ശരിക്കും അവൾ ഞെട്ടിപ്പോയി. ആ ബസ് നിർത്തിയിട്ടിരിക്കുന്നത് ഒരു ബസ് സ്റ്റാൻഡിൽ പോലും അല്ല. അവിടെ ഒരു ബസ് സ്റ്റാൻഡ് പോലും ഇല്ല. ഇതുപോലെ തെങ്ങുകൾ നിറഞ്ഞ ആ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ ഇയാൾ എന്തിനാ നിർത്തിയത്? എന്തിനാ ഇവിടെ 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നത്? ആരും കയറാനുമില്ല, ഇറങ്ങാനുമില്ല. ഈ തെങ്ങുകൾ മാത്രമുള്ള ഈ സ്ഥലത്ത് ഇയാൾ എന്തിനാ സ്റ്റോപ്പ് ചെയ്തേ? അവൾക്കാകെ പേടിയായി. ഇതെന്താ സംഭവിക്കണേ? ഡ്രൈവറെ നോക്കിയിട്ടാണെങ്കിൽ അയാളൊരു അനക്കമില്ലാതെ ആ സ്റ്റിയറിങ്ങിലേക്ക് തന്നെ കൈ പിടിച്ച് നേരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അവൾക്കാകെ ടെൻഷനാവാൻ തുടങ്ങി. അവൾ തിരിഞ്ഞ് ആ ഇരിക്കുന്ന സ്ത്രീകളെ നോക്കി. അവരാരും മുഖം ഉയർത്തി നോക്കിയോ, പുറത്തേക്ക് നോക്കിയോ, ആരെങ്കിലും വിളിക്കുകയോ ഒന്നുമില്ല. കയറിയപ്പോൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അവൾ പയ്യെ നടന്ന് അവൾ ഇരുന്നിരുന്ന സീറ്റിൽ തന്നെ പോയിരുന്നു. അവൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനോ ഇറങ്ങി പോവാനോ പോലും പേടിയായി. മറ്റത് ബസ് സ്റ്റാൻഡിലാണ് നിന്നിരുന്നേ, ആരെങ്കിലും ഉണ്ടെന്നെങ്കിലും വിചാരിക്കാം. ഈ തെങ്ങ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് ഏതാ ലൊക്കേഷൻ എന്നറിയില്ല, ഫോണിൽ സിഗ്നൽ ഇല്ല. അവളാകെ ടെൻഷനായി. അവളാകെ ടെൻഷനായി. അങ്ങനെ വണ്ടി പിന്നെ സ്റ്റാർട്ടായി. ഈ പ്രാവശ്യം ആതിര വെറുതെ ഇരിക്കാൻ തയ്യാറായിരുന്നില്ല. അവൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം. ഇതെങ്ങോട്ടാ പോണേ, ഇതെന്താ അവിടെ സംഭവിക്കണേ എന്നവൾക്ക് അറിയണമെന്നുണ്ടായിരുന്നു. അവൾ തൊട്ട് ഫ്രണ്ടിൽ ആ താഴേക്ക് ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ആ ചേച്ചീനോട്, തുപ്പട്ട താഴെ ഇട്ടിരിക്കുന്ന ചേച്ചീനോട് തട്ടി വിളിച്ചിട്ട് അവൾ, ചേച്ചി ടൈം എത്രയായി എന്ന് ചോദിച്ചു. ആ സ്ത്രീ മെല്ലെ അവൾക്ക് നേരെ തിരിഞ്ഞു. സമയം പറയാൻ ആ സ്ത്രീക്ക് മുഖം ഉണ്ടായിരുന്നില്ല. മുഖത്തിൻ്റെ സ്ഥാനത്ത് ഒരു കറുത്ത പുക മാത്രം. പിന്നെ ആതിര ഒച്ചത്തിൽ നിലവിളിച്ചു. കണ്ണടച്ച് പറ്റാവുന്ന അത്രയും ഒച്ചത്തിൽ അവൾ നിലവിളിച്ചു. കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവൾ ബസ് സ്റ്റാൻഡിലാണ്. അവൾ ബസ്സിൽ കയറിയിട്ടില്ല, ആ ബസ്സിൽ കയറി ഇരുന്നിട്ടില്ല, അതിൽ ട്രാവൽ ചെയ്തിട്ടില്ല, ഒന്നുമില്ല. അവൾ ആ ബസ് സ്റ്റാൻഡിൽ ഇരുന്നിരുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അവൾക്കൊരു സമാധാനം തോന്നി. ഓക്കെ ഫൈൻ, ഞാൻ സ്വപ്നം കണ്ടതാ, ഞാൻ സമ്മതിച്ചു, ഒരു വൃത്തികെട്ട സ്വപ്നമായിരുന്നു എന്നുള്ള ഫീലിൽ അവൾ സമാധാനമായി ഇരുന്ന സമയത്ത്
അവളുടെ കയ്യിൽ എന്തോ ഉണ്ട്. കുറേ നേരമായി അവൾ ചുരുട്ടി പിടിച്ചിരിക്കുക. അപ്പോൾ അവൾ ആ ചുരുട്ട് തുറന്നു നോക്കിയപ്പോൾ അതിലൊരു പഴയ ബസ് ടിക്കറ്റാണ്. ആ ബസ് ടിക്കറ്റിൽ തൃശ്ശൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ബസ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ അതിലെ ഡേറ്റ് 2/5/1948. അത് കണ്ടപ്പോൾ അതിൽ ഞെട്ടി. 1948 ബസ് ടിക്കറ്റോ? ഇതിപ്പോൾ എൻ്റെ കയ്യിൽ എങ്ങനെ വന്നു? ഇപ്പം ഈ സംഭവിച്ചതൊക്കെ ഡ്രീം ആയിരുന്നില്ലേ? എന്താ ഇവിടെ ഉണ്ടായി എന്നുള്ള വലിയ ടെൻഷനിൽ അവൾ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നതും അവളൊരു ഓട്ടോ ഡ്രൈവറുടെ അടുത്തേക്ക് എത്തി. ഓട്ടോ ഡ്രൈവർ ഉണ്ട് അവിടെ. അപ്പോൾ അയാൾ ചോദിച്ചു, എന്താ മോളെ, എങ്ങോട്ടേലും പോകാനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, അല്ല ചേട്ടാ, പോകണം, തൃശ്ശൂർക്ക് പോകണം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഒരു ബസ് കണ്ടിരുന്നു. ആ ബസ് ആ റൂട്ട് വഴി പോയി. ഞാനും ആ ബസ്സിലുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ദൂരം കഴിഞ്ഞ് ഞാൻ കണ്ണൂർ നോക്കുമ്പോൾ ഞാൻ പിന്നെയും ബസ് സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്ന പോലെ എനിക്ക് കണ്ട്. അപ്പോൾ ആ ഡ്രൈവർക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. ഈ കൊച്ചിന് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ. ഡ്രൈവർ ചോദിച്ചു, മോളെ ഏത് റൂട്ട് പോയെന്ന് പറയണേ എന്ന് പറഞ്ഞപ്പോൾ ഈ ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ചെറിയ ഇടുങ്ങിയ വഴിയിലേക്കാണ് അതിൽ കൈ ചൂണ്ടിക്കാണിച്ചത്. ഡ്രൈവറിന് പെട്ടെന്ന് എന്താ ഈ കുട്ടി പറയണേ അങ്ങനത്തെ ഒരു ഫീലായി. അയാൾ പറഞ്ഞു, മോളെ ആ റൂട്ട് ബസ് പോയിട്ട് തന്നെ 32 വർഷങ്ങളായി എന്നാണ് എൻ്റെ ഓർമ്മ. ലാസ്റ്റ് ആ ടൈമിൽ പോയ ബസ് ഒരു ആക്സിഡന്റ് പറ്റി. ആ ബസ്സിലുണ്ടായിരുന്ന 42 പേരും മരിച്ചുപോയി. അതിനുശേഷം ആ റോഡിൻ്റെ ഇഷ്യൂ കാരണമാണ് ആ ആക്സിഡന്റ് സംഭവിച്ചത് എന്നും പറഞ്ഞ് ഗവൺമെൻറ് ആ റോഡ് ക്ലോസ് ചെയ്യാണ് ചെയ്തത്. പിന്നെ ഇപ്പം NH വന്നപ്പോൾ എല്ലാവരും എളുപ്പ വഴിയായിട്ട് ഇതുപോലെ മെയിൻ റോഡിലൂടെ പോകും. ഇപ്പം ആ വഴി സാധാരണ ഓട്ടോറിക്ഷകൾ പോലും പോവാറില്ല. തിങ്ങി നിറഞ്ഞ തെങ്ങുകൾ മാത്രമുള്ള ഒരു റൂട്ടാണത്. പ്രോപ്പർ വീടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു കാട് വഴി. ആ വഴി ബസ് പോയിരുന്നു, അത് ഈ കാലത്ത് എന്ന് പറഞ്ഞ് അയാൾ കളിയാക്കി. അപ്പോൾ അവൾക്ക് ആകെ ടെൻഷനായി. ഇതെന്താ ഇങ്ങനെ പറയണേ? അവള് പയ്യെ നടന്ന് ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് തന്നെ ചെന്നു. അവിടെ അവൾ ഇത്രയും നേരം ഇരുന്നിട്ടും ശ്രദ്ധിക്കാത്തൊരു കാര്യം ഇപ്പം അവളുടെ കണ്ണിലൊടുക്കി. അന്ന് മരിച്ച 42 പേർക്കും ഒരു മെമ്മോറിയൽ പോലെ അവിടെ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോരുത്തരുടെ പേരും വായിച്ച് 42ാമത്തെ പേരും അവൾ വായിച്ചു. ആതിര, 27 വയസ്സ്. അങ്ങനെ അവളും അവരിലൊരാളായി മാറി. ബസ് കാത്തു നിൽക്കുന്ന ഓരോരുത്തരുടെ മുമ്പിൽ ഈ ബസ് പ്രത്യക്ഷപ്പെടും. പുതിയ യാത്രയ്ക്ക് അവരുടെ കൂടെ ചെല്ലാൻ അവർ ക്ഷണിക്കും. കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പഴയ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾക്ക് പറ്റില്ല. അവരുടെ ഉള്ളിൽ അകപ്പെട്ടു എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധം നിങ്ങളതിൻ്റെ ഉള്ളിലേക്കായി പോയിട്ടുണ്ടാവും. So, before entering to any bus or any private transportation, you have to double check. Okay guys, so I hope you guys enjoy this video. Yeah, ഇതെനിക്ക് നമ്മുടെ ChatGPT പറഞ്ഞു തന്നൊരു കഥയാണ്. യൂഷ്വലി ChatGPTനോട് ഞാൻ കഥകൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ക്ലീഷേ തറവാട്, പിന്നെ ഡെലിവറി ബോയ്, അങ്ങനെയുള്ള ക്ലീഷ സ്റ്റോറീസൊക്കെയാണ് ChatGPT എനിക്ക് സജസ്റ്റ് ചെയ്യാറ്. ഇന്ന് പക്ഷേ ChatGPTനോട് ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ഒരു ഹൊറർ, ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു വെറൈറ്റി സ്റ്റോറി സജസ്റ്റ് ചെയ്യാൻ. ഈ ഒരു സ്റ്റോറി കേട്ടതും ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ലൈക്ക് ഇത് ശരിക്കും ChatGPT സജസ്റ്റ് ചെയ്താണെന്ന് പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ഇത് ChatGPT സജസ്റ്റ് ചെയ്തല്ലെങ്കിലോ? ആർക്കെങ്കിലും ഇത് നിങ്ങളെ അറിയിക്കണം എന്ന് വിചാരിച്ച് എനിക്ക് സജസ്റ്റ് ചെയ്ത സ്റ്റോറി ആണെങ്കിലോ?